ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു വിളവെടുപ്പാണ്. നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ നമ്മൾ തക്കാളി പറിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഇത് പച്ചക്കറി തോട്ടം എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം ഇതിൽ ഒരുപാട് പച്ചക്കറികളൊന്നുമില്ല. നമ്മൾ പച്ചക്കറി എടുത്തതിന് ശേഷം അതിൻ്റെ വേസ്റ്റൊക്കെ ഇതിൽ കൊണ്ടിടാറുണ്ട്. ഇവിടെ ഒരു ചെറിയ ചെടിച്ചട്ടിയുണ്ട്, അപ്പം അതൊക്കെ അതിൽ കൊണ്ടിട്ട് നമുക്ക് വളം കിട്ടാൻ വേണ്ടി. അപ്പം അങ്ങനെ കിളിച്ച് വന്ന തക്കാളിയായിരുന്നു. അത് നമ്മൾ നല്ലതുപോലെ വെള്ളം ഒഴിച്ച് പരിപാലിച്ച് ഇപ്പം നിറച്ചും തക്കാളി കിട്ടി. ഞങ്ങൾ ഇതിന് മുമ്പ് 2-3 തവണ പറിച്ചു. ഇപ്പോൾ ഇതിൽ കൂടുതലും പഴുത്ത് നിൽപ്പുണ്ട്. ഇതിൽ തന്നെ നിന്ന് പഴുത്തതാണ്. മുമ്പ് പറിച്ച തക്കാളിയൊക്കെ വെച്ച് നോക്കുമ്പം ഇപ്പം നമുക്ക് ഒരു 10-20ഓളം തക്കാളി കിട്ടിയിട്ടുണ്ട്. നല്ല ഫ്രഷ് തക്കാളി കിട്ടി. ഭയങ്കര സന്തോഷമാണ്. നമ്മൾ നട്ട് പരിപാലിച്ച് അതിൽ നിന്നും കായ്കനികൾ കിട്ടുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമല്ലേ. അപ്പോൾ നമുക്കിന്നിത് പറിച്ചെടുക്കാം. നല്ല പഴുത്ത് ചുമന്ന തുടുത്ത തക്കാളിയാകട്ടോ. നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നല്ല ചുമന്നിട്ടുള്ളതാണ്. നമ്മൾ വേറെ വളങ്ങളൊന്നും ചേർത്തിട്ടില്ല. ഈ പച്ചക്കറിയുടെ തന്നെ വേസ്റ്റ് ഇട്ടാണ് ഇതുപോലെ നല്ല തക്കാളി കിട്ടിയത്. ഇത് തിന്നാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് കഴിക്കാനും. കഴിഞ്ഞ വട്ടം ഇതുപോലെ തക്കാളി നട്ടിട്ടുണ്ടായിരുന്നു. അന്നും ഇതേപോലെ നമുക്ക് തക്കാളി കിട്ടുകയും ചെയ്തിരുന്നു. ഇനിയും കൂടുതൽ പച്ചക്കറികളൊക്കെ നട്ടുപിടിപ്പിക്കണമെന്നുണ്ട്, പക്ഷെ നമുക്ക് സ്ഥലപരിമിതി കൊണ്ട് നമുക്ക് ഒരുപാട് നടാൻ പറ്റില്ല. ഇത് ഗ്രില്ലിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ എനിക്ക് കറിവേപ്പിലയുണ്ട്, അതുപോലെ തന്നെ ഞവരയില, കറ്റാർ വാഴ, മിൻറ്റ്, പിന്നെ കുറച്ച് 10 മണി ചെടികൾ, അതൊക്കെ ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഗ്രില്ലിൽ ചെടിച്ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പം നിങ്ങളും വീട്ടിൽ ഇതുപോലെ ചെറിയൊരു പച്ചക്കറിത്തോട്ടമൊക്കെ ചെയ്യുന്നത് നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ വളരെ ഉപകാരപ്രദമായിരിക്കും. കൂടുതലും നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെയാണ് വാങ്ങുന്നത്, അതും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മുടെ നാട്ടിലോട്ട് വരുന്നത്. അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഇതുപോലെ ചെറിയ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതൊക്കെ നമുക്ക് നട്ടാലേ നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം എല്ലാ വീട്ടിലും ചെറിയ രീതിയിലെങ്കിലും ഒരു അടുക്കളത്തോട്ടം ഉള്ളത് വളരെ നല്ലതാണ്. ഏകദേശം നമുക്ക് ഇന്ന് ഇത്രയും തക്കാളി കിട്ടിയിട്ടുണ്ട്.